ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഗ്രഹകരമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. തൻ്റെ ജീവിതം തന്നെ ഏൽപ്പിച്ച ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ തിരികെ ഏൽപ്പിക്കുവാൻ അവൻ തയ്യാറായപ്പോൾ, മറുവിലയായി അവൻ്റെ ജീവിതം തിരികെ നൽകുവാൻ തയ്യാറായപ്പോഴും വിജയിച്ച് തിരിച്ചു വരുവാനുള്ള പിതാവിൻ്റെ ആഹ്വാനവും അവനോട് ചേർന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള പുത്രൻ തമ്പുരാൻ്റെ വലിയ കരുത്തും നമുക്ക് കൂടുതൽ ശക്തിയും ആർജവത്വവും സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ എടുക്കേണ്ട സമയങ്ങളിൽ നിലപാടുകൾ എടുക്കാൻ കഴിയാതെ വരുന്നത് ഒരു വലിയ ദുരന്തമാണ്. അനുഗ്രഹകരമായ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം വിജയത്തിലേക്ക് കടന്നു പോകുന്ന അവസരത്തിൽ നിലപാടുകളെടുത്ത ചില വ്യക്തികളെ നാം സ്മരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വലിയ സമൂഹവും അത് നിലനിർത്തിപ്പോകുന്ന ഒരു സമൂഹവുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പഴയ നിയമകാലത്ത് ഇസ്രായേൽക്കാർ മിസ്രൈമിൽ അഭയാർത്ഥികളായി കഴിയുന്ന സാഹചര്യം, യൗസേഫിനെ അറിയാത്ത രാജാവ് മിസ്രൈമിൽ രാജാവായി വരുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാജാവ് അധികാരത്തിൽ വന്ന് തൻ്റെ പ്രജകളെക്കുറിച്ച്, തൻ്റെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ സാഹചര്യമൊരുക്കിയപ്പോൾ, രാജാവ് തൻ്റെ ജനങ്ങളെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കൂടുതൽ ശക്തമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഗൗരവതരമായൊരു കുഴപ്പം തൻ്റെ രാജ്യത്ത് കണ്ടുപിടിച്ചു. ഇസ്രായേൽക്കാർ മിസ്രൈമിൽ വന്ന് അവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പരിണിതഫലം എന്താണ് എന്ന് ബുദ്ധിമാനായ രാജാവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തൻ്റെ രാജ്യത്ത് മിസ്രൈമിനേക്കാൾ കൂടുതൽ, ഈജിപ്ഷ്യന്മാരെക്കാൾ കൂടുതൽ ഇസ്രായേൽക്കാരുടെ എണ്ണം പെരുകി വരും. അങ്ങനെ പെരുകി വരുമ്പോൾ അത് തൻ്റെ രാജ്യത്തിന് ഭീഷണിയാകും എന്നുള്ളതും, തൻ്റെ രാജവംശത്തിന് നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന സാഹചര്യം സംജാതമാക്കുമെന്നുള്ളതും രാജാവിന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവം ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ രാജ്യത്തെ ഇസ്രായേൽക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക, മിസ്രൈമ്യർക്ക് മേധാവിത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമാക്കുക. വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഇസ്രായേൽക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാനുള്ളൊരു പദ്ധതി തയ്യാറാക്കി. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് 2 സൂതികർമ്മികളെയായിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വൈറ്റാട്ടികളാണ്. പണ്ടുകാലത്ത് പ്രസവ സമയത്ത് കുഞ്ഞുങ്ങളെ എടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ, നല്ല ഭിഷഗ്വരന്മാരുടെ സാന്നിധ്യമില്ലാതിരുന്ന സമയത്ത് അമ്മമാരെ സഹായിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നത് സൂതികർമ്മികളായിരുന്നു. അദ്ദേഹം 2 സൂതികർമ്മികളെ, ശിപ്ര എന്നും പൂവ എന്നും പറയുന്ന 2 സൂതികർമ്മികളെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അവരെ വിളിച്ചു. അവരോട് വളരെ രഹസ്യത്തിൽ ഒരു നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ ഇസ്രായേൽക്കാരായ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുവാൻ, പേരെടുക്കുവാൻ നിങ്ങൾ ചെല്ലുമ്പോൾ അമ്മയും സഹോദരങ്ങളും പിതാവും ഒന്നും അറിയാതെ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. സൂതികർമ്മികൾക്ക് ലഭിച്ച രാജകൽപ്പനയാണ്. അത് തങ്ങളുടെ രാജ്യത്തെ നിലനിർത്തുവാനുള്ള തൻ്റെ രാജാവിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് അവർ അറിഞ്ഞെങ്കിലും തങ്ങളുടെ നിലപാടുകളെ അവർ സുരക്ഷിതമാക്കുകയാണ്. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങളെ ഈ രാജാവ് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഒരു കൊടും പാതകത്തിൻ്റേതാണ്. ഒരു തലമുറയെ മുഴുവൻ ഇല്ലാതാക്കുവാനുള്ള ആഹ്വാനമാണ് രാജാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏത് തിരഞ്ഞെടുത്താലും അത് മരണകാരണമാകും. രാജകൽപ്പനയെ ധിക്കരിച്ചാൽ സ്വാഭാവികമായും രാജാവിൻ്റെ ക്രോധത്തിന് വിധേയനായി തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും.
മറ്റൊന്ന്, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിനോ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നതിനോ കൂട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയണമോ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമോ? യഹോവയെ ഭയപ്പെട്ടവരായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ യഹോവയുടെ സന്നിധിയിൽ നിലവിളികളോടെ സമീപിച്ചു, യഹോവയോട് അനുവാദം ചോദിച്ചു. അതിനുശേഷം അവരൊരു നിലപാടെടുക്കുകയാണ്. തങ്ങളുടെ മുന്നിൽ കിട്ടുന്ന അമ്മയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള അപകടവും ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ പേരെടുത്ത് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള ഒരു നിലപാട് ശിപ്രായും പൂവായും ഏറ്റെടുക്കുകയാണ്. അവർ അമ്മമാരുടെ അടുക്കൽ പ്രസവം എടുക്കുന്ന സമയത്ത് അവരുടെ അടുക്കൽ ചെന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരപകടവും കൂടാതെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിച്ചു. കുഞ്ഞുങ്ങളെ പേരെടുത്ത് അമ്മമാർക്ക് തിരികെ നൽകി. അവിടെ അവരുടെ ദൗത്യം അവരുടെ നിലപാടിന് അനുകൂലമാക്കി അവർ മാറ്റുന്നു. രാജാവ് ബുദ്ധിമാനായിരുന്നു. രാജാവ് കുറേ കഴിഞ്ഞപ്പോൾ താൻ ഏൽപ്പിച്ച ചുമതലകൾ അവർ എത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ വീണ്ടും ഒരു കണക്കെടുപ്പ് നടക്കുകയാണ്. അവിടെ ഇസ്രായേൽക്കാർക്കെതിരായ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒരു കുഞ്ഞിൻ്റെ പോലും മരണം തിരിച്ചറിയുവാൻ രാജാവിന് കഴിയുന്നില്ല. രാജാവ് ഇവരെ തിരിച്ചു വിളിച്ചു. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ ഒരു ചുമതലയെ ഏൽപ്പിച്ചിട്ട്, രാജ്യത്തിൻ്റെ ഒരു ചുമതലയെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നു? യഹോവയിൽ ആശ്രയിച്ച ശിപ്രായും പൂവായും അവർ മറുപടി പറയുന്നത് വളരെ രസകരമാണ്. അല്ലയോ രാജാവേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. പക്ഷേ ഇസ്രായേൽക്കാരായ സ്ത്രീകൾ നമ്മുടെ സ്ത്രീകളെ പോലെയല്ല. അവർ വളരെ തിറയുള്ളവരാണ്, അവർക്ക് ആരോഗ്യം കൂടുതലുള്ളവരാണ്, അവർ കൂടുതൽ ആർജവത്വമുള്ളവരാണ്. ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപേ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ പലപ്പോഴും ഈ വീടുകളിൽ ചെന്നെത്തുന്നത്. രാജാവിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ പറഞ്ഞ വളരെ കൃത്യമായ ഒരു മറുപടി, അത് രാജാവിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് കാലം നമ്മുടെ മുന്നിൽ പറയുന്ന ഒരു സത്യവുമാണ്. അവരുടെ ആ ഒരു ചിന്തയെ രാജാവ് സ്വീകരിക്കുകയും അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കാതെ അവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു നിലപാടാണ്. യഹോവയെ ഭയപ്പെട്ട് ശിപ്രായും പൂവായും എടുത്ത ഒരു നിലപാട്, ഒരു സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുവാനുള്ള, ഒരു തലമുറയെ മുഴുവൻ നിലനിർത്തുവാനുള്ള ഒരു വലിയ നിലപാട്. അത് യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ച് അവർ അത് ചെയ്തു എന്നും പറയുന്നുണ്ട്. 20-ാം വാക്യത്തിൽ പ്രത്യേകമായി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ദൈവം സൂതികർമ്മികൾക്ക് നന്മ ചെയ്തു എന്നാണ് പറയുന്നത്. ശക്തമായൊരു നിലപാടെടുക്കുമ്പോൾ, തങ്ങളുടെ നിലപാടുകളെ സാധൂകരിക്കാൻ കഴിയുന്ന മറുപടികൾ നൽകുവാൻ അവരെക്കൊണ്ട് സാധിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ, അവിടെ സൂതികർമ്മികൾക്ക് ദൈവം അനുഗ്രഹം ചെയ്തു കൊടുത്തു. അവരെ സംരക്ഷിക്കുവാനുള്ള ചുമതല യഹോവയായ ദൈവം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. നിലപാടെടുത്ത മറ്റ് ചില ആളുകളുണ്ട്. അതിലൊന്ന് മോശയുടെ മാതാവും മോശയുടെ സഹോദരിയും ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ തയ്യാറായി വന്ന ഫറവോയുടെ പുത്രിയുമാണ്. മോശയ്ക്ക് ജന്മം കൊടുത്ത മാതാവ് കുറേ ദിവസങ്ങൾ സൂതികർമ്മികളുടെ പ്രത്യേകമായ ദയാവായ്പോടെ യഹോവയുടെ കൃത്യമായ അരുളപ്പാടോടുകൂടി വീട്ടിൽ താമസിപ്പിക്കുകയും ഒരു സമയം കഴിഞ്ഞപ്പോൾ മോശയെ ഒളിപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അമ്മ ഒരു നിലപാടെടുക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും നേരിട്ട് നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുകയില്ല. അവനെ വളരെ സുരക്ഷിതനായി ഒരു ഞാങ്ങണപ്പെട്ടിയിൽ നിക്ഷേപിച്ച് നദിയിലൊഴുക്കുന്നു. രാജപുത്രി കുളിക്കാൻ വരുന്ന സമയത്ത് അവളുടെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാകുന്ന വിധത്തിൽ രാജകുമാരി ഈ കുഞ്ഞിനെ കണ്ടെത്തി ഈ കുഞ്ഞിനെ രാജാവിൻ്റെ വസതിയിൽ രാജകൊട്ടാരത്തിൽ വളർത്തുവാനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം അവൾ ഏറ്റെടുക്കുന്നു. ഉടനെ മോശയുടെ സഹോദരി ഒന്നും അറിയാത്തതുപോലെ രാജകുമാരിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കൊച്ചു കുഞ്ഞായിരുന്നുവെങ്കിലും അവൾ ചെയ്യുന്നതിൻ്റെ ഗൗരവം എന്താണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. മോശയുടെ അമ്മയെപ്പോലെ തന്നെ മോശയുടെ സഹോദരി, അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ ചുമതലയേറ്റെടുത്ത ഫറവോയുടെ പുത്രി, അവരെടുക്കുന്ന ചില നിലപാടുകളുണ്ട്. സ്വന്തം പിതാവിൻ്റെ താല്പര്യത്തിനെതിരായി, സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി
ഒരു ഇസ്രായേൽക്കാരനെ സ്വന്തം രാജകുടുംബത്തിൽ സംരക്ഷിച്ച് വളർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രാജകുമാരി, അതിന് വഴിയൊരുക്കുന്ന സ്വന്തം മാതാവ്, അതിന് കൂടെ നിൽക്കുന്ന സ്വന്തം സഹോദരി. നാം പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടുപോകുമ്പോൾ സഹോദരങ്ങളോട് കേവലമായ താല്പര്യങ്ങൾക്ക് വശംവദരാകാതെ വരുമ്പോൾ അവരുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്ന, അവരുടെ സ്വത്ത് അപഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്വന്തം ജീവനെ പണയം വെച്ച് കുഞ്ഞിനെ, സഹോദരനെ സംരക്ഷിക്കുവാൻ ഒരു സഹോദരി തയ്യാറായി വരുമ്പോൾ, സ്വന്തം പിതാവിൻ്റെ ആജ്ഞകൾക്കെതിരായി ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനും അത് രാജ്യത്ത് വലിയ പ്രകമ്പനമുണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഫറവോയുടെ പുത്രി, ഇവരെടുക്കുന്ന ഒരു നിലപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി തീർന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുപോരുമ്പോൾ, അവൻ യഹോവ വിളിക്കപ്പെട്ടവനായി വളർന്നു വരുമ്പോൾ, നീ എന്തിനാ ഭയപ്പെടുന്നു? നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ള വലിയ അരുളപ്പാട് മോശയിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് സത്യമായി തീരുകയാണ്. ഇവരെല്ലാം എടുക്കുന്ന നിലപാടുകൾ യഹോവയുടെ സന്നിധിയിൽ ശ്രേഷ്ഠമായി നിന്ന്, യഹോവയോട് ചേർന്ന് നിന്ന് അവൻ്റെ നിലപാടുകൾ സാധൂകരിക്കാൻ കഴിയുന്ന തരത്തിൽ നിലപാടുകൾ എടുക്കുവാൻ ഇവർ പ്രാപ്തിയുള്ളവരായിത്തീരുകയാണ്. തീർച്ചയായും ഈ നിലപാടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനപ്പുറമായി ഒരു സമൂഹത്തിൻ്റെ, തലമുറയുടെ, ഒരു വംശത്തിൻ്റെ, രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായി മാറുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയും നിലപാടുകൾ എടുക്കുവാൻ കഴിയാതെ പലപ്പോഴും നിലപാടുകളിൽ നിന്ന് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പിറകോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ നിലപാടുകൾക്ക് ദൈവസന്നിധിയിൽ വലിയ സാന്നിധ്യവും വലിയ അംഗീകാരവും അവിടെ നിന്നുള്ള പ്രത്യേകമായ കരുതലും നമ്മോട് കൂടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലപാടുകൾ എടുക്കുവാൻ മടിക്കാതെ നിലപാടുകളുടെ ഒപ്പം നിൽക്കുവാനുള്ള വലിയ ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മൂന്നാമത്, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഹാഗാർ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. എബ്രഹാമിന് പുത്രനുണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എബ്രഹാമിൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. നിലപാടെടുക്കുന്നവളായ ഹാഗാറിന് എബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനം ലഭിക്കുകയാണ്. എബ്രഹാമും സാറായും ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് അവർ പരസ്പരം പങ്കുവച്ചു. സാറ വലിയ സന്തോഷത്തോടെയാണ് ഹാഗാറിനെ ചുമതലയേൽപ്പിക്കുവാൻ എബ്രഹാമിന് അനുവാദം നൽകുന്നത്. തനിക്കൊരു കുഞ്ഞുണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വംശത്തെ നിലനിർത്തുവാൻ, യഹോവയുടെ ശാപം തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വരാതിരിക്കുവാൻ സാറ ശക്തമായൊരു നിലപാടെടുത്തു. ആ നിലപാടിൻ്റെ പരിണതഫലമായി എബ്രഹാം ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാറെ, നിന്നെ പ്രത്യേകമായി വേർതിരിക്കുകയാണ്. നിന്നിലുണ്ടാകുന്ന ഒരു മകൻ ഈ കുടുംബത്തിന്, ഈ വംശത്തിന് നേതൃത്വം നൽകുവാൻ ഇവിടെ ഉണ്ടാകണം. ഹാഗാർ വളരെ സന്തോഷത്തോടെ ആ ചുമതല ഏറ്റെടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം ഭാര്യയിൽ കുഞ്ഞുണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതെല്ലാം അനുവദനീയമായിരുന്നു. ഹാഗാറിനെ ഈ ചുമതലയേൽപ്പിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ ആ ചുമതലകൾ നിർവഹിക്കുവാൻ കടപ്പെട്ടവളായി മുന്നോട്ട് വരികയാണ്. സ്വാഭാവികമായും സംഭവിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ സംഭവിച്ചു. സാറ ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള സാഹചര്യം സംജാതമാകുമ്പോൾ കുടുംബത്തിൽ എക്കച്ചക്കലുകൾ ആരംഭിക്കുകയാണ്. സാറായും ഹാഗാറും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനയോടെ ഇടപെടേണ്ടി വരുന്ന ആൾ എബ്രഹാം തന്നെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇതുപോലെ കടന്നു വരാറുണ്ട്. പലപ്പോഴും ഇടയ്ക്ക് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ പുരുഷന്മാർ അതിൻ്റെ വലിയ ഒരു ദേഷ്യത്തിന്, വലിയ ഒരു വേദനയ്ക്ക് കാരണഭൂതരാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ത്രീകൾക്ക് അവരവരുടേതായ ന്യായീകരണങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും സ്വന്തം മാതാവിനെയും സ്വന്തം ഭാര്യയെയും ഒരുപോലെ കൊണ്ടു നടക്കുവാൻ
അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയെ ദൂരീകരിക്കുവാൻ പാടുപെടുന്ന ഭർത്താവ്, അവൻ്റെ മുന്നിൽ പലപ്പോഴും സാഹചര്യങ്ങൾ അവനെ വേദനയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതേ പ്രതിസന്ധി എബ്രഹാം നേരിടുന്നു. അവനൊടുവിൽ സാറായുടെ നിർബന്ധത്തിന് വഴങ്ങി ഹാഗാറിനോട് പറയുന്നുണ്ട്, ഹാഗാറെ, നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക, നീയും നിൻ്റെ കുഞ്ഞും മരുഭൂമിയിലേക്ക് കടന്നു പോവുക. ഒടുവിൽ ആ ദൗത്യവും എബ്രഹാം തന്നെ ഏറ്റെടുക്കുകയാണ്. അവൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും കൊടുത്ത് ഹാഗാറിനെ ബെർഷേബ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഭയാനകമായ ഒരു സംഗതിയാണ്. ഹാഗാർ തിരിച്ചറിയുന്നു, താൻ നൊന്തുപെറ്റ കുഞ്ഞ് ഇതാ ഇവിടെ വെച്ച് എന്നിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്, അവൻ എൻ്റെ കൈവിട്ട് പോവുകയാണ്. അവൾ വാവിട്ട് നിലവിളിച്ചു. യഹോവയുടെ സന്നിധിയിൽ അവൾ വാവിട്ട് നിലവിളിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ടതില്ല. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ ഈ കുഞ്ഞിനെ വേർപിരിഞ്ഞ് അവൻ്റെ മരണം കണ്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കും? അവൾ ചെയ്തതെന്താണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അവൾ ഒരു അമ്പിൻപാട് ദൂരത്തുള്ള കുറ്റിക്കാട്ടിൽ കുഞ്ഞിനെ ഒളിപ്പിച്ച് കിടത്തിയിട്ട് ഇവൾ മാറി അവിടെ ഇരുന്ന് കരയുകയാണ്. എത്ര സങ്കടകരമായൊരവസ്ഥയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ഒരമ്മയെയും കുഞ്ഞിനെയും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞാൽ തെരുവിൽ നിന്നുണ്ടാകുന്ന തിക്തഫലങ്ങൾ പലപ്പോഴും നാം അനുഭവിക്കുന്നതുമാണ്. അന്ന് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണമോ അല്ലെങ്കിൽ ത്രാണിയോ കിട്ടാൻ ഇടയില്ലാത്ത ഒരു മരുഭൂമിയിലേക്ക് ഇവളെ ഈ കുഞ്ഞിൻ്റെ പിതാവ് തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന സാഹചര്യം. അവളവിടെ മാറിയിരുന്ന് ഒരമ്പിൻപാട് ദൂരത്ത് മാറിയിരുന്ന് അവളവിടെ നിന്ന് കരയുകയാണ്. അവളുടെ കരച്ചിൽ സ്വർഗം കേൾക്കുന്ന ഒരു സാഹചര്യം. ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഹാഗാറിനോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഹാഗാറെ, നീ കരയുന്നത് എന്തിനാണ്? ബാലൻ്റെ നിലവിളി യഹോവയായ ദൈവം കേട്ടിരിക്കുന്നു. നാം വളരെ തിരിച്ചറിയേണ്ട ഒരു വാചകമാണ്. കുഞ്ഞിന് കരയുവാൻ കഴിയുന്നതിനപ്പുറമായി അവൻ തളർന്ന് മരണത്തെ മല്ലിട്ട് കിടക്കുന്ന സമയത്ത് വാവിട്ട് നിലവിളിച്ച അമ്മയോട് ദൈവദൂതൻ പറയുന്നു, ഹാഗാറെ, നീ കരയുന്നത് എന്തിനാണ്? ബാലൻ്റെ നിലവിളി യഹോവയായ ദൈവം കേട്ടിരിക്കുന്നു. കൃത്യമായി വിശകലനം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. കരഞ്ഞത് അമ്മയാണെങ്കിലും യഹോവയായ ദൈവം കേട്ടത് ബാലൻ്റെ നിലവിളിയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും, കുഞ്ഞിനെയും അമ്മയെയും വേർതിരിക്കുവാൻ യഹോവയായ ദൈവത്തിന് പോലും സാധിക്കില്ല എന്നുള്ളത്. കുഞ്ഞിൻ്റെ കരച്ചിൽ അമ്മയുടെ കരച്ചിലായും അമ്മയുടെ കരച്ചിൽ കുഞ്ഞിൻ്റെ കരച്ചിലായും ഏകരൂപപ്പെടുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിഷ്കളങ്കമായൊരു കരച്ചിലായി എത്തിച്ചേരുന്നു എന്നുള്ളത്. അവിടെ നിന്ന് യഹോവയുടെ ദൂതൻ ഹാഗാറിനോട് പറയുന്നു, ഹാഗാറെ, നീ കരയണ്ട, ഇവനെ ഒരു വലിയ ജാതിയാക്കും. ഈ സമയത്ത് അവളുടെ കണ്ണ് തുറക്കുകയാണ്. ഹാഗാറിനോട് പറയുന്നുണ്ട്, നീ അപ്പുറം ചെന്ന് നോക്കുക, നിനക്കവിടെ ജലത്തിൻ്റെ ഒരു ഉറവ കാണാൻ സാധിക്കും. അവളുടെ കണ്ണ് തുറന്ന സമയത്ത് അവൾ കാണുന്നത് വളരെ ഫലഭൂയിഷ്ടമായ ഒരു ജലത്തിൻ്റെ ഉറവ അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. അവൾ സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞിനെ ആ ഉറവയിൽ നിന്ന് കുടിപ്പിച്ച് ഒരു വലിയ ജാതിക്ക് തുടക്കമിടുന്നു എന്നുള്ളതും വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞു വന്നത്, നിലപാടുകൾ എടുക്കുവാൻ ചുമതലപ്പെടുന്ന വ്യക്തികൾ ആ ചുമതല ഭംഗിയായി നിർവഹിക്കുവാൻ യഹോവയുടെ സന്നിധിയുള്ള പ്രാർത്ഥനകളോടെ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും ആ നിലപാടുകൾക്ക് യഹോവയായ ദൈവം മറുപടി നൽകുന്നു, അതിന് പ്രതിഫലം നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശിപ്രായും പൂവായും എടുത്ത ഒരു നിലപാട്, തങ്ങളുടെ രാജകൽപ്പനയെ ധിക്കരിച്ച് യഹോവയിൽ ആശ്രയിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച് അവൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ ജീവിതത്തിന് പ്രതിസന്ധികളുണ്ടാക്കുമെന്ന് തിരിച്ചറിയുമ്പോഴും അവരെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ അവർക്ക് യാതൊരു അപകടവും പറ്റിയില്ല എന്ന് മാത്രമല്ല, യഹോവയായ ദൈവം അവർക്ക് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുത്തു. യഹോവയായ ദൈവം അവരെ കൂടുതലായി കരുതി എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. ഇസ്രായേൽക്കാരുടെ വിമോചകനായ മോശ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമ്മയും മോശയുടെ സഹോദരിയും ഫറവോ പുത്രിയും എടുക്കുന്ന ഒരു നിലപാട്, അവിടെയും കൽപ്പിക്കപ്പെടുന്നവരുടെ കൽപ്പനകളെ ധിക്കരിക്കുവാനും തങ്ങളുടെ മേൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വലിയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനും
അവർ മനസ്സ് കാണിച്ചപ്പോൾ അത് യഹോവയുടെ സന്നിധിയിൽ വിലപ്പെട്ടതായി തീർന്നു. അവൻ രാജകൊട്ടാരത്തിൽ തന്നെ ഒരു അമ്മയുടെയും സഹോദരിയുടെയും എല്ലാം ലാളനകൾ ഏറ്റുവാങ്ങി അവന് ജീവിക്കാൻ, വളർന്നു വരുവാൻ, ഒരു വലിയ ജാതിയുടെ നായകനായി തീരുവാൻ അവന് സാധിച്ചു എന്നുള്ളത്. ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാഥൻ, തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് ഉത്തരവാദിയായവൻ ആവശ്യപ്പെടുന്ന സമയത്ത് വീട് വിട്ട് ഇറങ്ങുവാനും എല്ലാറ്റിൽ നിന്നും പുറകോട്ട് മാറുവാനും നഷ്ടങ്ങൾ മുഴുവൻ സഹിക്കുവാനും ആ നഷ്ടങ്ങളെല്ലാം തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു നിലപാടെടുക്കുവാൻ അവൾക്കും സാധിച്ചു. ഒരു വലിയ ജാതിക്ക് തുടക്കമിടുവാൻ യഹോവയായ ദൈവം ഹാഗാറിൻ്റെ നിലപാടിന് മറുപടി കൊടുത്തു എന്നുള്ളത്, ഹാഗാറിൻ്റെ നിലപാടിന് പ്രതിഫലം കൊടുത്തു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുവാനുള്ളത്, എടുക്കുന്ന നിലപാടുകൾ യഹോവയുമായി ആലോചിച്ച് എടുക്കുമ്പോൾ, എടുക്കുന്ന നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോകാതിരിക്കുമ്പോൾ, അത് എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അവയെല്ലാം താൻ എടുക്കുന്ന നിലപാടിന് യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും എന്നുള്ള ബോധ്യത്തോടെ നിലപാടുകൾ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളുടെ കണക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കണക്കുകൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുവാൻ ഇടയാകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിന് ദൈവം തമ്പുരാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.